ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ വിദൂരദർശന പഠന വിഭാഗമായ ജഗത്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ആലപിക്കുന്നത് മായ ഷിബു കുമരകം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുജനങ്ങളെ, ബഹുമാന്യരായ പഠിതാക്കളുടെ ശ്രദ്ധയ്ക്കായി ഒരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ജഗത്വാണി ഗുരുവാര പാഠശാലയുടെ ഈ ലിങ്ക് പഠിതാക്കൾക്ക്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാവുന്നതാണ്. ഈ പരിപാടിയെ സംബന്ധിക്കുന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജഗത്വാണി ഗുരുവാര പാഠശാലയുടെ കോർഡിനേറ്റർ ശ്രീമതി സ്മിത പ്രശാന്തിനെ അറിയിക്കാവുന്നതാണ്. ശ്രീമതി സ്മിത പ്രശാന്തിൻ്റെ മൊബൈൽ നമ്പർ 9444022499. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ സ്മിത പ്രശാന്തിനെ അറിയിക്കുക. ഫോൺ നമ്പർ 9447102499. ഗുരുജനങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭഗവാനാൽ വിരചിതമായ ശിവപ്രസാദ പഞ്ചകത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മുടെ ആചാര്യ ദിനു സന്തോഷ് മാഡം അവതരിപ്പിക്കുന്നത്. ശ്രീമദ് ശ്രീശങ്കര ഭഗവത് പാദരെ പോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും ബ്രഹ്മപ്രതീകങ്ങളായ ദേവതമാരിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ദേവതയായിരുന്നു ഭഗവാൻ പരമശിവൻ. പരമശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള 14ഓളം സ്തോത്രകൃതികൾ ഭഗവാനാൽ വിരചിതമായിട്ടുണ്ട്. അതുപോലെ ശിവഭഗവാന്റെ വിവിധ നാമരൂപത്തിലുള്ള ഒട്ടേറെ ക്ഷേത്ര പ്രതിഷ്ഠകൾ കേരളത്തിനകത്തും പുറത്തും ഭഗവാൻ നിർവഹിച്ചിട്ടുണ്ട്. ഈ ക്ലാസിൻ്റെ തുടർഭാഗങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ സീനിയർ പഠിതാവും അഡ്മിനും ആചാര്യസ്ഥാനീയയുമായിട്ടുള്ള ശ്രീമതി ദിനു ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഡം. നമസ്തേ സർ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏറെ സ്നേഹബഹുമാനായ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം കോട്ടയം യൂണിയന്റെ ഡയറക്ടർ ശ്രീ എ വി പ്രസാദ് കുമാർ സാർ അവർ, ബഹുമാനപ്പെട്ട അഡ്മിൻസ്, ഗുരുവാര പാഠശാലയുടെ കോർഡിനേറ്റേഴ്സായ ബഹുമാനായ പ്രദീപ് ലാൽ സാറ്, സ്മിത പ്രശാന്ത്, സുധീഷ് സാറ്, ഇവിടെ ഓൺലൈൻ ക്ലാസ് ശ്രവിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ പഠിതാക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയുടെ 2 മന്ത്രങ്ങളാണ് പഠിച്ചത്. കൂടാതെ ഓരോ കൃതിക്കും ഓരോ വൃത്തത്തിലാണ് ഭഗവാൻ അത് നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത് എന്നുകൂടി വൃത്തത്തിന്റെ ഒരു ആമുഖം കൂടി പറഞ്ഞിരുന്നു. ശിവപ്രസാദ പഞ്ചകം എന്ന ഭഗവാന്റെ തൃക്കരങ്ങളാൽ വിരചിതമായ കൃതി തോടകം എന്ന വൃത്തത്തിലാണെന്നും പറയുകയുണ്ടായി. അതായത് ഒരു സംസ്കൃത വൃത്തമാണ് തോടകം എന്ന് പറയുന്നത്. ഭഗവാന്റെ കൃതികളൊക്കെ ഓരോന്നും ഓരോ വൃത്തത്തിൽ ആ അക്ഷരപദാദികൾ അനുവാചകർക്ക് ആസ്വാദിത പകരത്തക്ക വിധം ക്രമീകരിക്കുന്ന രീതികളിലാണ്. അത് തന്നെയാണ് വൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തോടക വൃത്തം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി,
അതിന്റെ ലക്ഷണം എന്താന്നൊക്കെ കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ എത്രത്തോളം മഹാഗുരു നമ്മൾക്ക് ഓരോ കൃതികളും രചിച്ചു തന്നിരിക്കുന്നത് അതിന്റെ പ്രാധാന്യം ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെറുതെ വാക്ക് വിചാരത്തിലൂടെ കടന്നു പോകാതെ അതിന്റെ അർത്ഥവിചാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾക്കൊരു വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് എത്തുവാൻ സാധിക്കുന്നത്. അത് നമ്മൾ എത്രത്തോളം ആ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വൃത്തവും പദഘടനയും ഒക്കെ പ്രാസവും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. ഓരോ കൃതിക്കുമുണ്ട് അതിൻ്റെതായ ധാരാളം പ്രത്യേകതകൾ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകണം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇതൊരു സംസ്കൃത വൃത്തത്തിലാണ്, അതായത് തോടകം എന്ന സംസ്കൃത വൃത്തത്തിലാണ് ശിവപ്രസാദ പഞ്ചകം എന്ന കൃതി രചിച്ചിരിക്കുന്നത്. അതായത് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് സഗണം കില നാലിഹ തോടകമ, അതായത് സഗണം കില നാലിഹ തോടകമ, അതാണ് അതിന്റെ ലക്ഷണം. അതായത് വൃത്ത ശാസ്ത്ര സങ്കേതം അനുസരിച്ച് അന്ത്യാക്ഷരം ഗുരുവാകുന്ന സഗണം 4 തവണ വരുന്ന വൃത്തമാണ് തോടകം എന്ന് പറയുന്നത്. അപ്പം അത് സഗണം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ലഘു ഗുരു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വൃത്തത്തെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊക്കെ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പം തോടക വൃത്തത്തിലാണ്, ഒരു സംസ്കൃത വൃത്തമാണെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഗുരുവിന്റെ മഹാഗുരുവിന്റെ ഓരോ കൃതികൾക്കും അത്രയേറെ പ്രാധാന്യമുണ്ടെന്ന്, ഇതിനൊക്കെ ഓരോ വൃത്തമുണ്ടെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, വെറുതെ വായിച്ചു പോകാതെ. കാരണം നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം വിശാലമായ ഒരു അറിവിന്റെ ലോകത്തേക്ക് നമ്മളെ നയിക്കുകയാണ് മഹാഗുരുവിന്റെ ഓരോ കൃതികളും. അറിവിന്റെ നമ്മുടെ ഉള്ളിലുള്ള ആ ബോധത്തെ ഉണർത്തി നമ്മളെ ആകാശത്തിന്റെ അനന്തതയോളം അതിനെ വളർത്തിക്കൊണ്ട് എങ്ങനെയൊരു വിശ്വമാനവികനാകാമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഗുരുവിന്റെ ഓരോ കൃതികളിലൂടെയും നമ്മളെ. അപ്പോൾ നമ്മൾ ആ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയുടെ ആദ്യത്തെ മന്ത്രം തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് ആദ്യമേ നമ്മളോട് ആ 4 മന്ത്രത്തിനകത്ത് പറയുന്നത് തന്നെ, അതായത് ഈ ഓരോ വരികളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ്. 5 പദ്യങ്ങളിൽ തന്നെ നമ്മൾക്ക് ഓരോ വരിയിലും 12 അക്ഷരങ്ങൾ വീതമാണുള്ളത്. ഈ 12 അക്ഷരം വരുമ്പോൾ 240 അക്ഷരങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര മഹത്തരമായാണ്, എത്ര അനിവാര്യകരമാണ് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഗുരുവിന്റെ ഏറ്റവും ചെറിയ പദ്യമാണ്, 5 പദ്യങ്ങളാണ്. കൊച്ചു കുട്ടികൾ പോലും വളരെ നിസ്സാരമായി ചൊല്ലുന്നുണ്ട്, വളരെ ലളിതമായ വാക്കുകളാൽ എഴുതി തന്നിരിക്കുന്നത്. അതിന്റെ ആ 4 വരികളിലെ അർത്ഥം തന്നെ നമ്മൾ എടുത്തു വെച്ച് ആ മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഗുരു നമ്മളെ ആ ഭഗവാനോട് ചേർത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ എഴുതി തന്നിരിക്കുന്നതെന്ന്. അത് ആദ്യത്തെ 4 ലൈൻ പറയുന്നുണ്ട്, ശിവ ശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടും അരുംപൊരുളേന്ന്. അപ്പോൾ ഇവിടെ ഭവനാടകമാടുന്ന അരിയ പൊരുളേന്നാ പറയുന്നത്. അതായത് ശുദ്ധമായിരിക്കുന്ന മലയാളത്തിന്റെയും തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും ഒരു സങ്കരം, കാവ്യ തല്ലജത്തിന്റെ ഒരു മൂർത്തിഭത് ഭാവത്തിൽ ഗുരുവിന്റെ ആ ഭാഷ വ്യതിചലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ മഹാഗുരു ഭവനാടകമാടുന്ന അരിയ പൊരുള ആദ്യമേ മലയാളം പദത്തിൽ പറയുന്നു, പിന്നീട് അത് തമിഴ് പദത്തിലോട്ട് അരിയ പൊരുളെ എന്ന് പറയുകയാണ്. അപ്പോൾ എത്രത്തോളം ഈ സംസ്കാര ലോകത്ത് നാടകമാടുകയാണ് ഭഗവാൻ എന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ നമ്മൾ തിരിച്ചറിയണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഒരു സാധകൻ അറിയേണ്ട 3 കാര്യങ്ങളെ പറ്റി നമ്മളോട് വ്യക്തമായിട്ട് തന്നെ ആ വരികളിൽ പറയുന്നുണ്ട്. ഈ ലോകവും ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഞാൻ അഥവാ ജീവൻ, അതുപോലെ ഭഗവാൻ, ഇത് 3ഉം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അത് നമ്മൾ അറിയാതെ പല വഴിക്ക് ഓടുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് ശിവ എന്ന പദം തന്നെ നമ്മൾ എടുത്തു വെച്ച് ഒന്ന് നോക്കുമ്പോൾ അത് നമ്മൾ അതിന്റെ ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് അവിടെ എത്തി നിൽക്കുന്നത് നമ്മൾ എവിടെ ചെന്ന് എത്തുന്നതെന്ന് ചിന്തിക്കണം, വേദത്തിലേക്കാണ്. അതായത് വേദത്തിനെല്ലാം ഒരു ക്യാപ്സൂള് പരുവത്തിലാക്കി അതിനെ നമ്മൾക്ക് ഓരോ കൃതിയിലൂടെയും പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ഓരോ വരികളിലും അതിൻ്റെതായ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 2ാമത്തെ പദ്യത്തിൽ പറയുന്നുണ്ട്, പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയർത്തിരളെന്നും ഇതൊക്കെ അനത്ത കരളീന്നു കളഞ്ഞു കരിംകടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. ഇവിടെ നമ്മളുടെ ആ ചിന്ത എന്താണ്? എന്റേത് ഞാൻ എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ചിന്തയാണ്, ഞാൻ എന്റേത്. അങ്ങനെ നമ്മളിലുള്ള ഒരു വ്യക്തി, നമ്മളിൽ ആ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഒരു ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ചിന്തകൾ വരുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ നമ്മളുടെ കൂട്ടത്തിൽ വരും. അപ്പം നമ്മൾക്ക് ആ ചിന്തകളെല്ലാം അനർത്ഥകരമാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ചെറിയൊരു കാലഘട്ടത്തിൽ ജീവിക്കാൻ തന്നെ ആ ചെറിയൊരു കാലം,
ആ കാലത്തിൽ നമ്മുടെ മക്കള് കൂടുതൽ ധനമുണ്ടാക്കണം, ഒരുപാട് ആയുസ് വേണം, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾക്ക് കടന്നു വരും തോറും നമ്മൾക്ക് ജീവിക്കുവാൻ തന്നിരിക്കുന്ന ആ സമയം കടന്നു പോവുകയാണ്, നമ്മൾക്കത് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് എല്ലാം അനർത്ഥകരമാണ്. അതായത് നമുക്ക് ധനം, മക്കള്, ആയുസ്, ഈ ഒരു ചിന്തയൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് കളയണം. ഇതൊക്കെ അനർത്ഥകരമാണ് എന്ന് പറഞ്ഞിട്ട് കരളീന്നു കളഞ്ഞു കരിങ്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതിന് എന്ന് പറഞ്ഞേ. അതായത് നമ്മൾക്ക് ഈ ചിന്ത ഞാൻ എന്റേത് എന്ന് പറഞ്ഞ ആ ചിന്ത ഇല്ലാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ അവിടെ ഭഗവാൻ പൊതിഞ്ഞു പിടിച്ചോളും. അതാണ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. അതുപോലെ നമ്മൾ ഗുരുവിന്റെ ഓരോ കൃതികളിലും നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഭഗവാൻ എത്ര വ്യക്തമായിട്ട് അത് പറയുന്നതെന്ന്. കാരണം പിണ്ടനന്ദി എന്ന പറയുന്ന കൃതിക്കകത്ത് എന്താ പറയുന്നത്? ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊട് വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുക എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട് 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലന്റെ കയ്യിൽ അണയാതെ വളർത്തി നീയെ. അതായത് അങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ ഭഗവാൻ അവിടെ ഉണ്ട്. ആ ഒരു ബോധം, ആത്മബോധം നമ്മൾക്ക് ഉണ്ടാകണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് ഈ നാടകമെല്ലാം ആടുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ 2 മന്ത്രത്തിലും പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് 3-ാമത്തെ മന്ത്രത്തിലോട് കടക്കുമ്പോൾ പറയുന്നത്, പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളൊടും കുടികൊണ്ടു കുടിക്കുമരും കുടിനീർ അടിതട്ടി അകത്തു നിറഞ്ഞിരിനി. എന്താ പറയുന്നേ? പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളൊടും കുടികൊണ്ടു കുടിക്കും അരും കുടിനീർ അടിതട്ടി അകത്തു നിറഞ്ഞിരിനി. ഇവിടെ പിടിപെട്ടു എന്ന് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ സകലതും പിടിപെട്ട് കിടക്കുകയാണ്. കാരണം നമ്മൾക്ക് ഞാൻ എന്റേത് നമ്മള് ഒരു വട്ടത്തിൽ കിടക്കുകയാണ്. അപ്പൊ അതായത് നമ്മളുടെ അച്ഛൻ, അമ്മ, നമ്മുടെ മക്കള്, നമ്മളുടെ ബന്ധുക്കള്, അങ്ങനെ ഒരു വട്ടത്തിൽ പിടിപെട്ട് നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ആ ഒരു ചിന്തയുള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് സമ്പാദിക്കണം, അങ്ങനെ നമ്മൾക്ക് കൂടുതൽ ധനം ഉണ്ടാകണം, നമ്മൾക്ക് ആയുസ് കൂടുതൽ വേണം, നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കണം, അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾക്ക് പിടിപെട്ട് അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് നമ്മളുടെ ജീവിതം. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? പുരണ്ടു മറിഞ്ഞു. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കണം. പുരണ്ടു മറിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം 2 കുട്ടികള് ഇങ്ങനെ പുരണ്ട് മണ്ണിനകത്ത് ചേറ് പുരണ്ട് കിടന്ന് കളിച്ചുരുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് കളിക്കുകയാണ്. ഈ ചെളി വാരി എറിയുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് ഇപ്പൊ നമ്മളുടെ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊരു രാഷ്ട്രീയ ചർച്ചകളിലാകട്ടെ, പത്രമാധ്യമങ്ങളിലാകട്ടെ, ഒരു മീറ്റിങ്ങിലാവട്ടെ, ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അവിടെയൊക്കെ നമ്മൾ ചെളി വാരി എറിയുകയാണ്, അല്ലെ? പരസ്പരം നമുക്ക് പകയും വിദ്വേഷമാണ്. ആർക്കും ആരെയും അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. ആർക്കും പകയും വിദ്വേഷമാണ്. ആരും ആരുടെയും സന്തോഷം ഉൾക്കൊള്ളുവാനോ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനോ ആരും തയ്യാറല്ല. എല്ലാവരും ചെളി വാരി എറിയുകയാണ്. നമ്മളങ്ങനെ പുരണ്ടു മറിഞ്ഞ് നമ്മൾക്കൊന്നിനും തൃപ്തി വരാതെ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതെല്ലാം നമ്മൾക്ക് മാറണം. എന്താണ്? ഈ പിണക്കുടിയിൽ കുടികൊണ്ട് ഗുണങ്ങളോടും. പിണം എന്ന് പറഞ്ഞാൽ ജഡമാണ്, കുടി എന്ന് പറഞ്ഞാൽ കുടിലാണ്. അപ്പം ഈ ജഡമയമാകുന്ന ലോകത്ത് കാണുന്ന ജഡപദാർത്ഥങ്ങൾ, ഇത് നമ്മൾക്ക് ആ ചിന്തയെല്ലാം വിട്ട് കുടി കൊണ്ട് കുടിക്കും അരും കുടിനീർ. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാറി മാറി പല ഗുണങ്ങളാണ് വരുന്നത്. അതിനെയെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് പല മായാ ഗുണങ്ങളും ഉണ്ട്. അതായത് തത്വ, രജസ്, തമോ ഗുണങ്ങൾ. ഇങ്ങനെ നമ്മൾ പ്രകാശത്തിന്റെയും മോഹത്തിന്റെയും പ്രവൃത്തിയുടെയും ഒക്കെ ഫലങ്ങളായി നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മളുടെ ആ ഗുണങ്ങളിൽ നമ്മൾ അകപ്പെട്ട് അത് വിഷയാതിഥികളിൽ നമ്മൾ ഭ്രമിച്ചുകൊണ്ട് ലോക വിഷയങ്ങളിലേക്ക് നമ്മൾക്ക് കൂടുതൽ നേടണം, നമുക്ക് എല്ലാവരെക്കാളും മുൻപിലെത്തണം, അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നമ്മൾ ഇരിക്കുകയാണ്. അതെല്ലാം തട്ടി അകത്തു നിറഞ്ഞിരുന്നി നമ്മൾക്ക് അതെല്ലാം നമ്മൾക്ക് മാറ്റി നമ്മൾ അകവും ദൂരവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവിൽ നമ്മൾ എത്തണം. അതാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതായത് പിടിപെട്ടു എന്ന് പറഞ്ഞാൽ ഏതും എന്റേത് എന്നുള്ള ആ ചിന്തയാണ്. അത് നമ്മളിൽ പറ്റിക്കൂടിയിരിക്കുകയാണ്. പുരണ്ടു മറിഞ്ഞു, ഒന്നിടവിട്ട് മറ്റൊന്നിനെ കൊതിച്ച് ജനിച്ചു മരിച്ച്. അതായത് ഒന്ന് വിട്ടാൽ നമുക്ക് അടുത്തത് എന്നുള്ളൊരു ചിന്തയാണ്. എന്തും വീണ്ടും അടുത്തത് വേണം എന്നൊരു തോന്നലാണ്. അടുത്തത് വിട്ടാൽ അടുത്തത് വേണം. അങ്ങനെ ഈ ജനനം മുതൽ മരണം വരെയുള്ള ആ കാലം അത്രയും അങ്ങനെ എന്റേതെന്ന ചിന്തയിൽ പിണഞ്ഞ് അതിൽ ഒന്ന് മറ്റൊന്നിനെ വിടാതെ അങ്ങനെ ജീവിതം ഒന്നിന്റെ പിറകെ കൊതിച്ച് ജീവിച്ചു തീർക്കുകയാണ്. അത് പിണക്കുടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പിണം എന്ന് പറഞ്ഞാൽ ജഡമയമായ ഈ ലോകത്ത്, കുടി എന്ന് പറഞ്ഞാൽ
കുടിൽ, നമ്മൾ താമസിക്കുന്ന ഈ ലോകത്ത് കാണപ്പെടുന്നതൊക്കെയും ജഡപദാർത്ഥങ്ങളാണെന്നുള്ള. അപ്പം പിണക്കൊടിയിൽ ജഡമയമായ ഈ ലോകത്ത് കുടികൊള്ളുക എന്ന് പറഞ്ഞാൽ താമസിക്കുക, നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുക. അതായത് ഗുണങ്ങളൊടും എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ 3 വിധത്തിലാണ് നമുക്കറിയാം. സത്വ, രജസ്, തമോ ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങളാണ്. ഇത് 3 മായാഗുണങ്ങളാണെന്ന് നമുക്കറിയാം. ഈ ഗുണങ്ങളോട് കൂടി കുടികൊണ്ട് ഈ ഗുണങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വരും. അങ്ങനെയുള്ള ആ ഗുണങ്ങളോട് കൂടി കുടികൊണ്ട്, കുടിക്കും അരും കുടിനീരെന്ന് പറഞ്ഞാൽ നിരന്തരമായി അനുഭവിക്കുന്ന ഈ ദുഃഖമയമായ മോഹം അടിതട്ടി വേരോടെ പിഴുതുമാറ്റണം എന്ന് പറഞ്ഞ്, നമ്മുടെ നിരന്തരമായ മോഹങ്ങളെ പിഴുതുമാറ്റണം. നമ്മുടെ നിരന്തരം എന്തേത് എന്ന് നിരന്തരം അനുഭവിച്ച് ജീവിച്ച് ജനനം മുതൽ മരണം വരെ ജീവിക്കുന്നതിന്റെ ഇടയിൽ ഉണ്ടായ സത്വരജസ് തമോ ഗുണങ്ങളായ കാരണങ്ങളെ മുഴുവൻ, ആ ഗുണങ്ങളെ മുഴുവൻ വേരോടെ പിഴുതുമാറ്റി അടിതട്ടി എന്ത് ചെയ്യണം? എന്നിൽ നീ നിറയണം. എന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നിട്ട് എന്റെ ഉള്ളിൽ ഭഗവാൻ ഇടതിങ്ങി അകവും പുറവും വിളങ്ങുമാറാകണമെന്ന് പറയുന്നത്. അകവും പുറവും നിറഞ്ഞിരിക്കണം, വിങ്ങി നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞേ. അതായത് എന്റേത് എന്ന് പറഞ്ഞ് പറ്റിക്കൂടി ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എന്ന് പറഞ്ഞ നിലയിൽ ഓരോന്നും ആഗ്രഹിച്ച് ജനിച്ചു മരിച്ച് ജഡമയമായ ഈ ലോകത്തിൽ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. അപ്പൊ ത്രിഗുണങ്ങളിൽ മാറി മറിഞ്ഞ് വർത്തിച്ച് നിരന്തരമായി അനുഭവിക്കുന്ന ദുഃഖമയമായ മോഹങ്ങൾ വേരോടെ പിഴുതുമാറ്റി തന്റെ ഉള്ളിൽ ഭഗവാൻ ഇടതിങ്ങി വിളങ്ങുമാറാകണം. നമുക്കറിയാം സത്ത്, രജസ്, തമസ് എന്നിവയാണ് മായാഗുണം. അതായത് സത്വം എന്ന് പറഞ്ഞ പ്രകാശത്തിന്റെ, രജസ് എന്ന് പറഞ്ഞ പ്രവൃത്തിയുടെ, തമസ് മോഹത്തിന്റെ. അപ്പം ഓരോ വ്യക്തി മനസ്സുകളിലും ഈ ഗുണങ്ങൾ പല അളവിൽ കൂടിക്കലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ജഡദൃശ്യങ്ങളിലാണ് സുഖം ഇരിക്കുന്നത് എന്ന് ഭ്രമിച്ച് അവയുടെ പിന്നാലെ വരും നമ്മൾ. ഒടുവിൽ എന്താ നമുക്ക് അനുഭവിക്കേണ്ടത്? ആ ജഡ ദൃശ്യങ്ങളിൽ ആ സുഖം ഇരിക്കുന്നത് കണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾക്ക് കഠിനമായ ദുഃഖം വരും. അപ്പോൾ ഈ മോഹമാണ് കുടിക്കും അരും കുടിനീരും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ 4 വരികളിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നും കൂടി ഇത് ചൊല്ലാം. പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കും അരും കുടിനീർ അടിതട്ടിയകത്തു നിറഞ്ഞിരിനി. അപ്പൊ നമ്മൾ ഇതിന്റെ നോട്ട് എഴുതിക്കോളെ. 4 മന്ത്രം എഴുതിയിട്ട് അതിന്റെ നോട്ട് എഴുതിക്കോളൂ കേട്ടോ. ജഡമയമായ പ്രപഞ്ചമാണ്, ജഡമയമായ പ്രപഞ്ചമാണ് പിണക്കുടി. എന്തെങ്കിലും പറയുന്നത് ഗ്രാപ്സ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയണം തിരിച്ചിങ്ങോട്ട് കേട്ടോ. ആരെങ്കിലും ഒന്ന് പറയണം, എഴുതാൻ പറ്റാത്തവര്, സ്പീഡ് കൂടുതലാണ്. ജഡമയമായ പ്രപഞ്ചമാണ് പിണക്കുടി. അതിനടിപ്പെട്ട് ജനിച്ചു മരിക്കലാണ് അതിനടിപ്പെട്ട് ജനിച്ചു മരിക്കലാണ്, പിടിപെട്ടു പിരണ്ടു മറിയല്, പിടിപെട്ടു പിരണ്ടു മറിയല്. അതായത് ഭഗവാൻ എന്ന ആ സൈക്കോളജിസ്റ്റിനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കാരണം നമ്മുടെ സദാചാരം എന്ന കൃതിയിൽ പറയുന്നുണ്ട്, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമോന്ന്. അതായത് ശരിക്കും മനസ്സ് ആരോഗ്യകരമായി വെക്കുവാനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയാണ്. ഇവിടെയൊക്കെയാണ് ഭഗവാന്റെ ആ സൈക്കോളജിസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ആ ജഡമയമായ പ്രപഞ്ചത്തിൽ പിണക്കുടിയിൽ അകപ്പെട്ട് ജനിച്ചു മരിക്കലാണ്. അപ്പോൾ ഇത്രയല്ലേ എഴുതിയത്? അടിപ്പെട്ട് ജനിച്ചു മരിക്കലാണ്, പിടിപെട്ടു പിരണ്ടു മറിയൽ എന്ന് പറയുന്നത്. ഇതിനൊക്കെ മൂലകാരണമാണ് അവിദ്യ അഥവാ അജ്ഞാനം. ഇതിനൊക്കെ മൂലകാരണമാണ് അവിദ്യ അഥവാ അജ്ഞാനം. അത്ര ഒന്നും കൂടെ പറയാവേ. ജഡമയമായ പ്രപഞ്ചമാണ് പിണക്കുടി. അതിനടിപ്പെട്ട് ജനിച്ചു മരിക്കലാണ് പിടിപെട്ടു പുരണ്ടു മറിയല്. ഇതിനൊക്കെ മൂലകാരണമാണ് അവിദ്യ അഥവാ അജ്ഞാനം. ഇനി ബ്രാക്കറ്റിലാണെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിനകത്തൊന്ന് കൊടുത്തോളെ. ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? സമയിൽ അമർന്നു കലർന്നിരുന്നിടേണം, സമയിൽ അമർന്ന് കലർന്നിരുന്നിടേണം.
ഗുരുവിന്റെ ഇത് ബ്രാക്കറ്റിൽ കൊടുക്കാനുള്ളതാണ്. ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? സമയിൽ അമർന്നു കലർന്നിരുന്നിടയണം. സമയിൽ ഏകത്വ ബോധത്തിലേക്ക് നയിക്കുന്ന അധ്യാത്മ വിദ്യയിൽ അമർന്ന് അതായി തീരണം. ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? സമയിൽ അമർന്നു കലർന്നിരുന്നിടയണം. സമയിൽ ഏകത്വ ബോധത്തിലേക്ക് നയിക്കുന്ന അധ്യാത്മ വിദ്യയിൽ അമർന്ന് അതായി തീരണം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോളെ. ബ്രാക്കറ്റിനുള്ളിലുള്ളത് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാൻ അതായത് ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു എന്നിട്ട് എഴുതിയിട്ട് സമയിൽ അമർന്നു കലർന്നിരുന്നിടയണം. സമയിൽ ഏകത്വ ബോധത്തിലേക്ക് നയിക്കുന്ന അധ്യാത്മ വിദ്യയിൽ അമർന്ന് അതായി തീരണം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. ബ്രാക്കറ്റിലുള്ളതാണ്. അതായത് ഇവിടം വരെ നമ്മൾ നിർത്തിയത് വിരണ്ടും അറിയല് ഇതിനൊക്കെ മൂല കാരണമാണ് അവിദ്യ അഥവാ അജ്ഞാനം. എന്നിട്ട് ബ്രാക്കറ്റിലുള്ളതാണ് ഈ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് അതിന്റെ താഴെയായിട്ട് എഴുതിക്കും ഇത് അതായത് അവിദ്യ അഥവാ അജ്ഞാനം എന്ന് പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഇത് മാറാൻ വേണ്ടിയാണ് ആത്മാ അന്വേഷണം അല്ലെങ്കിൽ സത്യ അന്വേഷണം നടക്കുന്നത്. ഇത് മാറാൻ വേണ്ടിയാണ് ആത്മാ അന്വേഷണം അല്ലെങ്കിൽ സത്യ അന്വേഷണം നടക്കുന്നത്. ഇത് മാറാൻ വേണ്ടിയാണ് ആത്മാ അന്വേഷണം അല്ലെങ്കിൽ സത്യ അന്വേഷണം നടത്തുന്നത്. ബോധസ്വരൂപമായ ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അത് ഉള്ളിൽ തെളിഞ്ഞാൽ സ്വല്പം കൂടെ സ്പീഡ് കുറച്ച് പറയുമായിരുന്നെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു എഴുതിയെടുക്കാൻ. ഇത് മാറാൻ വേണ്ടിയാണ് ആത്മ അന്വേഷണം അല്ലെങ്കിൽ സത്യ അന്വേഷണം നടത്തുന്നത്. ബോധസ്വരൂപമായ ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നും ബോധസ്വരൂപമായ ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നും അത് ഉള്ളിൽ തെളിഞ്ഞാൽ അജ്ഞാനം അകലുമെന്നും നമ്മൾ മനസ്സിലാക്കണം. ബോധസ്വരൂപമായ ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നും അത് ഉള്ളിൽ തെളിഞ്ഞാൽ മായ മാറി അജ്ഞാനം അകലുമെന്നും നമ്മൾ മനസ്സിലാക്കണം. അത്രയും കിട്ടിയല്ലോ. ഇനി അജ്ഞാനത്തിനെ പാടെ തട്ടി മാറ്റി ആത്മാവ് ഉള്ളിൽ തെളിയണം. അജ്ഞാനത്തിനെ പാടെ തട്ടി മാറ്റി ആത്മാവ് ഉള്ളിൽ തെളിയണം. അജ്ഞാനത്തിനെ പാടെ തട്ടി മാറ്റി ആത്മാവ് ഉള്ളിൽ തെളിയണം. ഈ ജഡവസ്തുക്കൾക്ക് പിറകെ പായുന്ന അല്ലെ പിറകെ പോകുന്ന മോഹം തീർത്തു തരണം എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. മോഹം തീർത്തു തരണം എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ഇത്രയാണ് ഈ 4 വരിയുടെ അർത്ഥം കേട്ടോ. ഒന്നുകൂടെ പറയണം, അർത്ഥം മൊത്തം ഒന്നുകൂടി ഒന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളെ. ജഡമയമായ പ്രപഞ്ചമാണ് പിണക്കുടി, അതിനടിപ്പെട്ട് ജനിച്ചു മരിക്കലാണ് പിടിപെട്ടു പിരണ്ടുമറിയല്. ഇതിനൊക്കെ മൂല കാരണമാണ് അവിദ്യ അഥവാ അജ്ഞാനം. പിന്നെ ബ്രാക്കറ്റിനകത്ത് പറഞ്ഞായിരുന്നു ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? സമയിൽ അമർന്നു കലർന്നിരുന്നിടയണം. സമയിൽ ഏകത്വ ബോധത്തിലേക്ക് നയിക്കുന്ന അധ്യാത്മ വിദ്യയിൽ അമർന്ന് അതായിത്തീരണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് മാറാൻ വേണ്ടിയാണ് ആത്മാ അന്വേഷണം അല്ലെങ്കിൽ സത്യ അന്വേഷണം നടത്തുന്നത്. ബോധസ്വരൂപമായ ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നും അത് ഉള്ളിൽ തെളിഞ്ഞാൽ അജ്ഞാനം അകലുമെന്നും നമ്മൾ മനസ്സിലാക്കണം. ആത്മാവ് ഉള്ളിൽ തെളിഞ്ഞിട്ട് ഈ ജഡവസ്തുക്കൾക്ക് പിന്നാലെ പോകുന്ന ആ മോഹം തീർത്തു തരണം എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്.
ഇനി അടുത്തത് 4ാമത്തെ മന്ത്രമാണ്. ഗളമുണ്ടു കറുത്തതു നീ കേരളം, കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ, കളമുണ്ടൊരു കൊണ്ടൊലൊടൊത്ത കടൽ, കളവുണ്ടൊരു സീമ നിനക്കു നഹി. അത് ഗളമുണ്ടു കറുത്തതു നീ കേരളം, കളമുണ്ടത് കൊണ്ടു കൃപാനിധിയെ, കളമുണ്ടൊരു കൊണ്ടൊലൊടൊത്ത കടൽക്ക്, അളവുണ്ടൊരു സീമ നിനക്കു നഹി. കണ്ടോ അവിടെ പ്രത്യേകം നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടത് കളമുണ്ടൊരു കൊണ്ടൊലൊടൊത്ത കടൽക്ക്, അളവുണ്ടൊരു സീമ നിനക്കു നഹി. തിരിച്ചു ചെല്ലുമ്പോൾ കടൽക്ക് അളവുണ്ടൊരു, അങ്ങനെ തന്നെ ചൊല്ലണം കേട്ടോ. ഇവിടെ ഗളം എന്ന് പറഞ്ഞാൽ കഴുത്താണ്, നമുക്കറിയാം. ഗളമുണ്ട് കറുത്തത്, കഴുത്ത കറുത്ത്, കറുത്ത് അതായത് ശിവഭഗവാന്റെ കഴുത്ത കറുത്തിനെ കുറിച്ചുള്ള കഥയൊക്കെ നമുക്കറിയാം. അപ്പം ഗരളം എന്ന് പറഞ്ഞാൽ വിഷമയം എന്നുള്ള, വിഷമാകുന്ന. കളം എന്ന് പറഞ്ഞാൽ കറുപ്പ്. നീ ഗരളം, കളമുണ്ടത് കൊണ്ട് അങ്ങ് വിഷമാകുന്ന കറുപ്പ് ഭക്ഷിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാ പറയുന്നത്. അപ്പം കളം കറുത്തിരുണ്ട, കൊണ്ടൽ എന്ന് പറഞ്ഞാൽ മേഘം, കൊണ്ടലൊടൊത്ത മേഘത്തിന് തുല്യമായ, കടൽക്കെന്ന് പറഞ്ഞാൽ കടലിന് അളവുണ്ട്, നിനക്ക് അങ്ങേക്ക് സീമ നിനക്ക് നഹി, ഒരു അതിരുമില്ല എന്ന് പറയുന്നത്. അതായത് നമ്മള് ഭഗവാന്റെ ആ കഴുത്തിലെ ആ ഒരു കറുപ്പ് നിറം എന്താണെന്ന് നമ്മൾക്കൊക്കെ പുരാണ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇവിടെ പാലാഴി മദനം നടക്കുമ്പോൾ വാസുകിയെ കയറാക്കി അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് കാളകൂട വിഷം എന്ന് പറയുന്നത്. ആ കാളകൂടമാകുന്ന വിഷം ഭൂമിയിൽ പതിച്ചാൽ ആപത്താണെന്ന് ശിവഭഗവാന് മനസ്സിലായി. അതുകൊണ്ട് എന്താ ചെയ്തേ, അത് എടുത്തുകൊണ്ട് ഭക്ഷിക്കുമ്പോൾ അവിടെ വന്ന് ദേവി പാർവതി ആ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുകയാണ്. കഴുത്തിൽ പിടിക്കുമ്പോൾ അത് താഴേക്ക് പോകാതെ തൊണ്ടയിൽ തങ്ങി നിന്നു. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പുരാണങ്ങളിലെ കഥകളൊക്കെ. അതൊക്കെ കഥകളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഇമ്പമുള്ളതാണ് പുരാണങ്ങളിലേക്ക്, അല്ലെ? അപ്പൊ നമ്മൾ അതൊക്കെ കേട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ കാളകൂടമാകുന്ന കറുപ്പ് വിഷം കഴിച്ചത് കൊണ്ടാണ് ശിവഭഗവാന്റെ കഴുത്ത് കറുത്തതായിട്ട് കാണുന്നത്. ഇനി കറുത്തിരുണ്ട കാർമേഘത്തിന് തുല്യമായ, അതുപോലെ കാർമേഘം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെള്ളത്തിലെ ഈ കടലിലെ വെള്ളം മേൽപോട്ട് ഉയർന്നിട്ടാണ് എന്ന് നമുക്കറിയാം. അതുപോലെയുള്ള മേഘം എത്രയെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതുപോലെ കടലിന്റെ ആഴവും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ പറ്റില്ല. അപ്പോൾ ആ കടല് അതുപോലെ കടൽ എന്ന് പറയുന്നത് അപാരമാണ്. ആ കടലിന് അളവുണ്ട്, പക്ഷെ നിനക്ക് ഒരു അതിരുമില്ല, ഒരു സീമ നിനക്കു നഹി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരച്ഛൻ എങ്ങനെയാണോ ഒരു മക്കൾക്ക് വാത്സല്യം കൊടുക്കുന്നത്, അതുപോലെ അത്രത്തോളം അതിരില്ലാതെ ഒരു സ്നേഹമാണ് ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നടനമാടുന്നത്, ഇല്ലേ? അപ്പോൾ നിനക്ക് ഇതിന് ഒരു അതിരുമില്ല എന്ന്, സീമ നിനക്കു നഹി എന്നാ പറയുന്നത്. സർവം മംഗളം ഭവതു, ശിവൻ മംഗളസ്വരൂപിയാണ്. മംഗളസ്വരൂപിയായ ശിവന്റെ കഴുത്തിൽ കറുപ്പ് കാണുന്നത് എന്താണെന്ന് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ആ കാരുണ്യവാനായ ഭഗവാൻ ലോകരക്ഷയ്ക്കായി പാലാഴി കടഞ്ഞപ്പോൾ ഉരുവായ കാളകൂട വിഷം അകത്താക്കിയത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. അപ്പൊ പാലാഴി കടയാൻ കയറായി ഉപയോഗിച്ചത് വാസുകി എന്ന സർപ്പരാജനെയാണ്. ആ പാലാഴി മദനത്തിനൊടുവിൽ അവശനായ വാസുകി വിഷം വമിക്കാൻ ഒരുങ്ങുകയും ആ വിഷം ലോകത്ത് വീണാൽ ലോകത്ത് നാശമാണെന്ന് മനസ്സിലാക്കി ഭഗവാൻ എന്താ ചെയ്തേ, ആ വിഷം അകത്താക്കാൻ ഒരുങ്ങി. അപ്പോൾ എങ്കിലും അത് തൊണ്ടയിൽ തടയപ്പെട്ടു. കാരുണ്യവാനായ ഭഗവാന്റെ ആ തൊണ്ടയിൽ വിഷം തങ്ങിയതിനാൽ അവിടെ കറുപ്പ് നിറം ബാധിക്കുകയില്ലേ. ആ കറുപ്പ് അവിടെ വിഷത്തെ അല്ല സൂചിപ്പിക്കുന്നത്, അവിടെ ഭഗവാന്റെ അളവറ്റ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ജീവരാശിക്ക് മുഴുവൻ ആപത്ത് വരാതിരിക്കുവാൻ വേണ്ടി ആ അനുകമ്പാമൂർത്തിയായ ഭഗവാൻ അത് ഭക്ഷിക്കുവാനാണ് ഒരുങ്ങിയത്. ആ ഭഗവാന്റെ കഴുത്തിലുള്ള കറുപ്പ് വിഷമല്ല, ഭഗവാന്റെ അളവറ്റ കാരുണ്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് ഈ 4 വരികൾക്ക് അത് പറയുന്നത്. ഭഗവാന്റെ ആ അളവറ്റ കാരുണ്യത്തിന്റെ ആ ഒരു വിഷമയമല്ല അത് നമ്മളെ കാണിച്ചു തരുന്നത് എന്ന് പറയുകയാണ്. ഇതിന്റെ അർത്ഥം എഴുതിക്കോളെ, കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 4 വരികളിൽ ഇത്രയുള്ള നമുക്ക് അർത്ഥം പറയാനുള്ളൂ. അപ്പം അത് എഴുതിക്കോളൂ കേട്ടോ. ശിവന്റെ കഴുത്തിലെ കറുപ്പ് ആനന്ദ സ്വരൂപമായ ശിവന്റെ കഴുത്തിലെ കറുപ്പ് ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ മായ ഉളവാക്കുന്ന
അജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അജ്ഞാനത്തിന്റെ പ്രതീകമാണ്. കടലിന് ഒരളവുണ്ടാകാം. കറുത്ത കടലിന് ഒരു അളവുണ്ടാകാം. കറുത്ത കടലിന് ഒരളവുണ്ടാകാം. കരുണാനിധിയായ സത്യസ്വരൂപിന് ഒരതിരുമില്ല. കരുണാനിധിയായ സത്യസ്വരൂപിന് ഒരതിരുമില്ല. അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അകവും തിങ്ങി കരുണാനിധിയായ സത്യസ്വരൂപിന് ഒരതിരുമില്ല. അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആദിയോ അന്തമോ ഇല്ല. ആദിയോ അന്തമോ ഇല്ല. ആദിയോ അന്തമോ ഇല്ല. അതിനാൽ ഭഗവത് കാരുണ്യം അനന്തമാണ്. അതിനാൽ ഭഗവത് കാരുണ്യം അനന്തമാണ്. അങ്ങനെയുള്ള ഭഗവാനിൽ സ്വയം അർപ്പിച്ച് അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു ഭയപ്പാടും ആവശ്യമില്ല. അങ്ങനെയുള്ള ഭഗവാനിൽ സ്വയം അർപ്പിച്ച് അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു ഭയപ്പാടും ആവശ്യമില്ല. ആ ഭഗവാൻ നിരന്തരം തന്നെ തിരയുന്നവരിൽ പ്രസാദിക്കും. ആ ഭഗവാൻ നിരന്തരം തന്നെ തിരയുന്നവരിൽ പ്രസാദിക്കും. അപ്പോൾ നമ്മൾ മറ്റെവിടെയും തേടാതെ നമ്മുടെ ശിവഭഗവാനിൽ തന്നെയായ ഗുരുവിൽ നമുക്ക് അഭയം പ്രാപിക്കാം. അപ്പോൾ നമ്മൾ മറ്റെവിടെയും തേടാതെ നമ്മുടെ ശിവഭഗവാനിൽ തന്നെയായ ഗുരുവിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചേക്കാം കേട്ടോ. ശിവന്റെ കഴുത്തിലെ ആ കറുപ്പ് ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ മായ ഉളവാക്കുന്ന അജ്ഞാനത്തിന്റെ പ്രതീകമാണ്. കറുത്ത കടലിന് ഒരളവുണ്ടാകാം. കരുണാനിധിയായ സത്യസ്വരൂപിന് ഒരതിരുമില്ല. അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആദിയോ അന്തമോ ഇല്ല. അതിനാൽ ഭഗവത് കാരുണ്യം അനന്തമാണ്. അങ്ങനെയുള്ള ഭഗവാനിൽ സ്വയം അർപ്പിച്ച് അഭയം പ്രാപിക്കുന്നവർക്ക് ഒരു ഭയപ്പാടും ആവശ്യമില്ല. ആ ഭഗവാൻ നിരന്തരം തന്നെ തിരയുന്നവരിൽ പ്രസാദിക്കും. അപ്പോൾ നമ്മൾ മറ്റെവിടെയും തേടാതെ നമ്മുടെ ശിവഭഗവാനിൽ തന്നെയായ ഗുരുവിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഇതാണ് 4ാമത്തെ മന്ത്രത്തിന്റെ അർത്ഥം. ഇനി അടുത്തത് 5ാമത്തെയാണ്. ഒരു സംശയം, ശിവഭഗവാൻ തന്നെയായ എന്നാണോ ശിവഭഗവാനിൽ തന്നെയായ എന്നാണോ? ശിവഭഗവാനിൽ തന്നെയായ ഗുരുവിൽ നമുക്ക് അഭയം പ്രാപിക്കാം. അടുത്തത് 5ാമത്തെ മന്ത്രമാണ്. എല്ലാം കിട്ടിയല്ലോ? 4 വരെയുള്ളത് കുഴപ്പമില്ലല്ലോ. അടുത്തത് കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനിമുക്തി
മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ. ഇവിടെ കനി വെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ. ഇവിടെ കനി വെന്നിലിരുത്തി എന്ന് പറഞ്ഞാൽ എന്നിൽ കാരുണ്യം ചൊരിഞ്ഞു എന്നാ. അതായത് അനങ്കരസക്കനി എന്ന് പറഞ്ഞാൽ കാമമോഹമാകുന്ന കാമാതി മോഹങ്ങളാകുന്ന പഴം അല്ലെങ്കിൽ കനി വർഷിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അനങ്കരസക്കനി എന്ന് പറയുന്നത്. തട്ടി എറിഞ്ഞു എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് തട്ടിക്കളഞ്ഞു. കരം കഴുകി കൈ ശുദ്ധിയാക്കി തനിമുക്തി ചിത്തവൈകല്യം, അതായത് മായാബന്ധമില്ലാത്ത ഒരു സ്ഥിതി, ശുദ്ധ വൈകല്യം എന്ന് പറയും, ശുദ്ധ കൈവല്യം. അത് പഴുത്തു ചൊരിഞ്ഞൊഴുകും, സമ്പൂർണമായി സർവത്ര പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദ സ്വരൂപമായ ബോധസത്യം. കനകക്കൊടി എന്ന് പറയാൻ സ്വയം പ്രകാശിക്കുന്ന തേജപുഞ്ചമേ എന്നൊക്കെ പറയും. നീ കഴലേകുക, ഗ്രഹിക്കുവാനായി അങ്ങ് തൃപ്പാദം തന്ന് അനുഗ്രഹിക്കുക. കഴൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പാദം എന്നർത്ഥം വരുന്നത്. എങ്ങും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ആനന്ദമായ പരമാത്മ സ്വരൂപമേ, ശുദ്ധ കൈവല്യം സമ്പൂർണമായി സർവത്ര പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം പ്രകാശിക്കുന്ന തേജ പുഞ്ചമേ വർണ്ണരാജി, എന്നിൽ കാരുണ്യം ചൊരിഞ്ഞ് എന്നിലെ കാമാതി മോഹങ്ങളാകുന്ന പഴത്തെ തട്ടി ദൂരെ എറിഞ്ഞ് എന്റെ കൈ ശുദ്ധിയാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ആ കൈ തൃപ്പാദം സ്പർശിക്കുവാനായി എന്റെ കൈകളെ ശുദ്ധമാക്കണമെന്ന് പറയുന്നത്. അതായത് നമ്മൾക്കൊരു പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്, ബൈബിളിൽ ഒരു കഥയുണ്ട്. അതായത് എല്ലാവരും പുരാണ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറയും. എനിക്ക് ശരിക്കും ഞാനൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഒരു കോൺവെന്റ് സ്കൂളിലൊക്കെ പഠിച്ച കാരണം എനിക്ക് ആദ്യമേ ഞാൻ ബൈബിളിന്റെ കഥ ആദ്യമായിട്ട് കേട്ടുള്ളൂ. അതുകൊണ്ട് ഈ കഥ ഞാൻ പെട്ടെന്ന് കാമക്കനി എന്നൊക്കെ കേട്ടപ്പോ എന്റെ മനസ്സിലോട് ഓടി വന്നത് നമ്മുടെ ആദാമും ഹവ്വയും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ദൈവം ഈ ഏദൻ തോട്ടം സൃഷ്ടിച്ചിട്ട് അവരെ അങ്ങോട്ട് അയക്കുമ്പോൾ പ്രപഞ്ച വൃക്ഷത്തിലെ കാമക്കനി ഭക്ഷിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് ദൈവം ആജ്ഞാപിക്കുക. അപ്പം പക്ഷെ ദൈവത്തിന്റെ ആജ്ഞ വകവെക്കാതെ അത് ഭക്ഷിക്കുകയും പറിക്കുകയും ഒക്കെ അവർ ചെയ്തു. അതിന്റെ ഫലമാണ് മനുഷ്യകുലം ഇന്ന് അനുഭവിക്കുന്ന ദുരിതക്കടൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പുരാണങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ കഥകൾ കേൾക്കാം. അപ്പൊ ഈ ആദാമിന്റെയും ഹവ്വയുടെയും ഒക്കെ കഥയാണ് നമ്മൾ പെട്ടെന്ന് ഈ കാമക്കനി എന്ന് കേട്ടപ്പോൾ തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, അതായത് മനുഷ്യകുലം ഇന്ന് അനുഭവിക്കുന്ന ആ ദുരിതക്കടൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ സദാ സർവത്ര കേവല ആനന്ദ സ്വരൂപമായി വിളങ്ങുന്ന ശുദ്ധ കൈവല്യമായ വസ്തു ഒന്നേ ഉള്ളൂ. അതായത് മായയുടെ ഒരു മൂടുപടം ഇതിന്റെ മേലെ പതിഞ്ഞിട്ടുണ്ടെങ്കിലും, മായയുടെ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന്റെ മൂടുപടം, അതിന്റെ മേലെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ആനന്ദകരമായ സ്വരൂപത്തിന് അവിടെ ഒരു മാറ്റവുമില്ല. ആ ഒരു പരമാത്മ സത്യം നമ്മൾ തിരഞ്ഞു കണ്ടുപിടിച്ച് അവിടെ ആ പരമാത്മ സത്യം തിരഞ്ഞു കണ്ടുപിടിച്ചതാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ. നമുക്കറിയാം, ആത്മചൈതന്യം നേടി മരുത്തോമലയിൽ പോയി കഠിന തപസ്സിലൂടെ ആത്മ ചൈതന്യം നേടിയിട്ട് ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഞാൻ ഇനി തട്ടിപ്പെരുക്കി പെരുവെളിയിൽ ഇതാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം തീരം പിടിച്ചും മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ നമ്മൾക്ക് ഈ താഴേക്കിടയിൽ കിടക്കുന്ന ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുവാൻ ആ ആത്മജൻ, ആ ഒരു പരമാത്മ സത്യം അറിഞ്ഞ മഹാഗുരു നമുക്കിടയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. അപ്പം ആ നാരായണ ഗുരുവിലെ ആ അനുഭവ മാധുര്യം, പക്ഷെ ആ കൈവല്യ സാക്ഷാത്കാരത്തിന്റെ ആ നിറ കുംഭമാണ് ഇവിടെ പറയുന്ന ആ വിശേഷണം. തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും എന്ന് പറയുന്നത്. തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ എന്ന സംബോധന. ഇതാണൊരു സത്യം. പക്ഷെ എല്ലാവർക്കും ഈ വസ്തുത തെളിഞ്ഞു കിട്ടുന്നില്ല. മഹാഗുരുവിന്റെ ആ ഒരു ആത്മചൈതന്യം, ആ പരമാത്മാവായ സത്യം തിരഞ്ഞു കണ്ടുപിടിച്ചിട്ടുള്ള മഹാഗുരുവിനെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. എന്തുകൊണ്ടാണ്? കാമാതി മോഹങ്ങളാകുന്ന കനി ഭക്ഷിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, പിന്നെയോ അത് കയ്യിൽ വെച്ച് അതിലേക്ക് നോക്കി സദാ കൊതി ഊറിക്കൊണ്ടിരിക്കുന്ന, അതായത് നമുക്കൊരു വസ്തുവിൽ ജീവിതത്തിൽ പല വസ്തുക്കളിൽ മോഹങ്ങൾ ഉദിക്കുന്നു. മോഹങ്ങൾ ഉദിക്കുക മാത്രമല്ല, ആ മോഹ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെയും അതിനപ്പുറമുള്ള മോഹത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും എന്താണ് നമ്മളുടെ വിചാരം? നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ നമ്മൾക്ക് സമ്പാദിച്ചു വെക്കണം എന്നൊരു ചിന്തയാണ്. അങ്ങനെ അതിലേക്ക് തന്നെ നോക്കി കൊതിയൂറിക്കൊണ്ടിരിക്കുകയും ഇത് പരമ്പരയിൽ കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഒരു ഭാവം നമ്മളിൽ നിന്ന് മാറണേ അതുകൊണ്ട് ഭക്തൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഇവിടെ. തന്റെ കയ്യിലുള്ള പരമ്പരയായി നാം കൈമാറിക്കൊണ്ടിരിക്കുന്ന ആ കാമക്കനിയെല്ലാം തട്ടിയെറിഞ്ഞിട്ട് തന്റെ കൈകളെ ശുദ്ധമാക്കി തരണമെന്ന്, ഇനി ഒരിക്കലും അത്
തിരിച്ചെടുക്കുവാനാവാത്തത്ര ദൂരത്തേക്ക് അത് തട്ടി എറിഞ്ഞ് കളയണമെന്ന്, അങ്ങനെ തന്റെ കൈകൾ ശുദ്ധമാക്കി തരാൻ ഭഗവാനോ മാത്രമേ സാധിക്കൂ. കാരണം എന്താ? നാം അതിനെ അത്ര ബലമായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ കാമക്കനി നമ്മളുടെ കയ്യിൽ, നമുക്ക് വീണ്ടും വീണ്ടും എത്ര കിട്ടിയാലും നമ്മൾക്ക് മതിയാവാത്ത രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും അതിനു വേണ്ടിയുള്ള ഓട്ടവും മത്സരവുമാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതെല്ലാം തട്ടി എറിഞ്ഞു കളയണം. അങ്ങനെ തന്റെ കൈകൾ ശുദ്ധമാക്കി തരാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. കാരണം നാം അതിനെ അത്ര ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് മാത്രം പോരാ, അങ്ങനെ ശുദ്ധമാക്കി ആ കൈകൾ ഭഗവാന്റെ പാദം ഗ്രഹിക്കണം. ആ കൈകൾക്ക് തൊടാനായി ഭഗവാന്റെ തൃപ്പാദങ്ങൾ കനിഞ്ഞു നൽകണമെന്ന് പറഞ്ഞേ. നമ്മുടെ ഉള്ളിലുള്ള അഹന്തകളെല്ലാം മാറ്റി, അഹന്ത വന്നാൽ നമുക്ക് മമത വരും. അപ്പം അതെല്ലാം നമ്മൾക്ക് നീക്കി നല്ല ശുദ്ധമായിട്ട് നല്ല ആത്മശുദ്ധിയോടുകൂടി എന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനാണ്, എന്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്, അതിനെ ആ ആത്മാവിനെ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. അതിനുവേണ്ടി ഇതെല്ലാം, ഈ കാമക്കനികളെല്ലാം തട്ടി എറിഞ്ഞ് നശിപ്പിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഭഗവാനെ പ്രസാദിപ്പാനായി വളരെ ലളിതമായ ഒരു ചെറിയ കൃതിയാണ് നമ്മൾക്ക് ഭഗവാൻ ഒരുക്കി തന്നിരിക്കുന്നത്. ഈ ഒരു കൃതി പഠിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ മനസ്സിനും ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം നമ്മളെ അറിവിന്റെ വിശാലമായ ഒരു അറിവിന്റെ ലോകത്തേക്ക് നയിക്കുകയാണെന്ന് നമുക്ക് ഓരോ കൃതികളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 5-ാമത്തെ ശ്ലോകത്തിന്റെ മന്ത്രത്തിന്റെ അർത്ഥം കൂടി എഴുതിക്കോളൂ. എങ്ങും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ആനന്ദമായ പരമാത്മ സ്വരൂപമേ, എങ്ങും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ആനന്ദമായ പരമാത്മ സ്വരൂപമേ, ശുദ്ധ കൈവല്യം സമ്പൂർണമായി സർവത്ര പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം പ്രകാശിക്കുന്ന തേജപുഞ്ചമേ, എഴുതിയിട്ട് ജലത്തിന്റെ ജായാണ്. തേജപുഞ്ചമേ, പൂ എഴുതിയിട്ട് ഞാൻ എന്നുള്ളതിന്റെ ഞാൻ എന്നിട്ട് എഴുതി ചന്ദ്രകല, പിന്നെ ജലത്തിന്റെ ജാ, പുഞ്ചമേ, തേജപുഞ്ചമേ, വർണ്ണരാജി എന്നിൽ കാരുണ്യം ചൊരിഞ്ഞ്, തേജപുഞ്ചമേ, വർണ്ണരാജി എന്നിൽ കാരുണ്യം ചൊരിഞ്ഞ്, തേജപുഞ്ചമേ, വർണ്ണരാജി എന്നിൽ കാരുണ്യം ചൊരിഞ്ഞ്, എന്നിലെ കാമാദി മോഹങ്ങളാകുന്ന പഴത്തെ തട്ടി ദൂരെ എറിഞ്ഞ് എന്റെ കൈ ശുദ്ധിയാക്കണം. കാമാദി മോഹങ്ങളാകുന്ന പഴത്തെ തട്ടി ദൂരെ എറിഞ്ഞ് എന്റെ കൈ ശുദ്ധിയാക്കണം. ആ കൈ തൃപ്പാദം സ്പർശിക്കുവാനായി എന്റെ കൈകളെ ശുദ്ധമാക്കണം. ഒന്നൂടെ ആദ്യം തൊട്ട് ഒന്നൂടെ പറയാവേ. എങ്ങും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ആനന്ദമായ പരമാത്മ സ്വരൂപമേ, ശുദ്ധ കൈവല്യം സമ്പൂർണമായി സർവത്ര പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്വയം പ്രകാശിക്കുന്ന തേജപുഞ്ചമേ, വർണ്ണരാജി എന്നിൽ കാരുണ്യം ചൊരിഞ്ഞ് എന്നിലെ കാമാദി മോഹങ്ങളാകുന്ന പഴത്തെ തട്ടി ദൂരെ എറിഞ്ഞ് എന്റെ കൈ ശുദ്ധിയാക്കണം. ആ കൈ തൃപ്പാദം സ്പർശിക്കുവാനായി
എന്റെ കൈകളെ ശുദ്ധമാക്കണം. ആ കൈ തൃപ്പാദം സ്പർശിക്കുവാനായി എന്റെ കൈകളെ ശുദ്ധമാക്കണം. ഇതാണ് 5ാമത്തെ പദ്യത്തിന്റെ മന്ത്രത്തിന്റെ അർത്ഥം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ഒന്നുകൂടെ ഈ കൃതി മൊത്തം ഒന്നുകൂടെ ഒന്ന്. 3ാമത്തെ പദ്യം പറഞ്ഞോണ്ടിരുന്നപ്പം കരണ്ട് പോയി, അർത്ഥം പറഞ്ഞോണ്ടിരുന്നപ്പം കരണ്ട് പോയി, അതിട്ട് കുറച്ച് എഴുതാൻ പറ്റുള്ളൂ. 3ാമത്തെ ആണോ? ആ 3ാമത്തെ. ഇത് മാറാൻ വേണ്ടിയാണ്. ജഡമയമായ പ്രപഞ്ചമാണ് പിണക്കുടി. എവിടെ വരെ എഴുതിയെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് സ്റ്റോപ്പ് പറഞ്ഞു. അപ്പൊ പതിയെ പറഞ്ഞു. ഇത് എഴുതിക്കുന്ന ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? അവിടെ വരെ ബ്രാക്കറ്റിൽ എഴുതാൻ പറഞ്ഞതാണ്. ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? അതായത് സമയിൽ അമർന്നു കലർന്നിരുന്നിടണം. അമർന്നു കലർന്നിരുന്നിടണം. സമയിൽ കഴിഞ്ഞിട്ട് ബാക്കി എഴുതിയിട്ടില്ല. സമയിൽ അമർന്നു കലർന്നിരുന്നിടണം. അത് കഴിഞ്ഞ് സമയിൽ, അതായത് ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് സമയിൽ ഏകബോധത്തിലേക്ക് നയിക്കുന്ന, സമയിൽ ഏകത്വ ബോധത്തിലേക്ക് നയിക്കുന്ന അധ്യാത്മ വിദ്യയിൽ, സമയിൽ ഏകത്വ ബോധത്തിലേക്ക് നയിക്കുന്ന അധ്യാത്മ വിദ്യയിൽ അമർന്ന് അതായി തീരണം. സമയിൽ ഏകത്വ ബോധത്തിലേക്ക് നയിക്കുന്ന അധ്യാത്മ വിദ്യയിൽ അമർന്ന് അതായി തീരണം. അത്രയും കിട്ടുമോ? അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തോണേ. ഇത് നമ്മളെ അവിടെ നിർത്തിയത് അവിദ്യ അഥവാ അജ്ഞാനം എന്ന് പറഞ്ഞിട്ടാണ് ബ്രാക്കറ്റിൽ എഴുതിയത്. ഗുരുവിന്റെ ആഗ്രഹം എന്തായിരുന്നു? അപ്പം അത് കഴിഞ്ഞ് അവിദ്യ അഥവാ അജ്ഞാനം, ഇത് മാറാൻ വേണ്ടിയാണ് ആത്മാ അന്വേഷണം, അല്ലെങ്കിൽ ഇത് മാറാൻ വേണ്ടിയാണ് സത്യാന്വേഷണം നടക്കുന്നത്. എഴുതി. ഇത് മാറാൻ വേണ്ടിയാണ് ആത്മാ അന്വേഷണം അല്ലെങ്കിൽ സത്യാന്വേഷണം നടക്കുന്നത്. വേദസ്വരൂപമായ അത് ബോധസ്വരൂപമായ ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആത്മാവല്ലേ? ബോധസ്വരൂപമായ ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നും അത് ഉള്ളിൽ കഴിഞ്ഞാൽ അജ്ഞാനം അകലുമെന്നും നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ മായ മാറി അജ്ഞാനം അകലുമെന്നും നമ്മൾ മനസ്സിലാക്കണം. അത് ബാക്കി കിട്ടിയോ? കിട്ടി. ബാക്കി അജ്ഞാനത്തിനെ പാടെ തട്ടി മാറ്റി ആത്മാവ് ഉള്ളിൽ തെളിയണം, അതൊക്കെ എഴുതിയല്ലോ. അതെ, ഉള്ളിൽ തെളിയണം. അത് കഴിഞ്ഞിട്ട് അജ്ഞാനം മായ മാറി ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നും അത് ഉള്ളിൽ തെളിഞ്ഞാൽ മായ മാറി അജ്ഞാനം അകലും എന്നും നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അജ്ഞാനത്തിന് തെളിയുമെന്ന് മനസ്സിലാക്കണം. അകലുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അജ്ഞാനത്തിനെ പാടെ തട്ടി മാറ്റി ആത്മാവ് ഉള്ളിൽ തെളിയണം. ഈ ജഡവസ്തുക്കൾക്ക് പിന്നാലെ പോകുന്ന മോഹം തീർത്തു തരണം എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ഇത്രയാണ് അർത്ഥം. വസ്തുക്കൾക്ക് പിന്നാലെ പോകുന്ന, ഈ ജഡവസ്തുക്കൾക്ക് പിന്നാലെ പോകുന്ന മോഹം തീർത്തു തരണം എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ഒന്നുകൂടെ ഏകദേശം ഇതിന്റെ ഒരു 5 മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഈ 5 പദ്യങ്ങളും ചൊല്ലാൻ നമുക്ക് സമയം വൈൻഡപ്പ് ചെയ്യാൻ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. 5 പദ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ചൊല്ലാം, എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ 5 പദ്യം ഒന്ന് ചൊല്ലാം കേട്ടോ. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളെ പൊരുളെന്നുമുടമ്പൊട് മക്കളുയർത്തിരളെന്നുമിതൊക്കെ അനർത്ഥകരം കരളീന്നു കളഞ്ഞു കരുങ്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിളക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കും അരുംകുടി നീറടി തട്ടിയകത്തു നിറഞ്ഞിരി നീ
ജലമുണ്ടു കറുത്തതു നീ ഗരളം കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ കളവുണ്ടൊരു സീമ നിനക്കുനകി കനിവെന്നിലിരുത്തി അനങ്കരസം കനി തട്ടി എറിഞ്ഞു കരം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ. എന്തായാലും ഇത്രയും നേരം എന്നെ ശ്രമിച്ച ഓരോരുത്തർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ജഗത്വാണി ഗ്രൂപ്പിനും ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഓരോ പഠിതാക്കൾക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഹൃദ്യമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. വളരെ നന്ദി ശ്രീമതി ദിനു സന്തോഷ്. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം കോട്ടയം അവതരിപ്പിക്കുന്ന ഗുരുവാര പാഠശാലയില് നാം ഇന്ന് ശ്രവിച്ചത് ഭഗവാനാൽ വിരചിതമായ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതിയുടെ അവസാന ഭാഗങ്ങളാണ്. ഇത്രയും സമയം നമുക്ക് ഈ ക്ലാസ് വളരെ വ്യക്തമായി ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു തന്ന ശ്രീമതി ദിനു സന്തോഷ് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ സീനിയർ അധ്യാപികയും അഡ്മിനുമാണ്. ദിനു ടീച്ചർക്ക് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ശ്രീ എ ബി പ്രസാദ് കുമാർ സാറിനും മറ്റ് അഡ്മിൻസിനും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഗുരുവാര പാഠശാലയുടെ അടുത്ത ക്ലാസ് അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്കാണ്. ഇന്ന് നമ്മൾ കയറിയ ഇതേ ലിങ്ക് ഉപയോഗിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കയറാവുന്നതാണ്. ക്ലാസ്സുകളെ കുറിച്ചുള്ള അറിയിപ്പുകൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ച രാവിലെയുമായിട്ടും ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി സുമ സുരേഷ് കാരാപ്പുഴ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തസ്സ ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. നമസ്തേ. നമസ്തേ. ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി ഈ ഗൂഗിൾ മീറ്റിൽ നിന്ന് എല്ലാവർക്കും എക്സിറ്റ് ആകാവുന്നതാണ്.